നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പൂർണ്ണനാണെന്നും ശാന്തനാണെന്നും എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? എന്നാൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിനുശേഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ കുറച്ചു സമയം ചെലവഴിച്ചതിനുശേഷം പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷീണം, ഭാരം, അസ്വസ്ഥത എന്നിവ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവിന്റെ ഊർജ്ജം ആരെങ്കിലും രഹസ്യമായി ചോർത്തിക്കളഞ്ഞതുപോലെ, നിങ്ങളുടെ ബോധത്തിന്റെ പ്രകാശം മങ്ങിയതുപോലെ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഈ സന്ദേശം വെറുമൊരു മറുപടി മാത്രമല്ല, പരമഹംസ യോഗാനന്ദജിയുടെ ആഴത്തിലുള്ള ആത്മീയ പഠനങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ അനുഭവമാണ്. ഇത് കേവലം വിവരങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആത്മാവുമായുള്ള ഒരു വിശുദ്ധ സംഭാഷണമാണ്. കാരണം നിങ്ങളൊരു സെൻസിറ്റീവ് വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ആഴമുള്ളതും മൃദുവായതുമാണെങ്കിൽ, ഈ ലോകത്തിലെ അശാന്തമായ ഊർജ്ജം നിങ്ങളെ പെട്ടെന്ന് ബാധിക്കും. നിങ്ങളുടെ ഓറ അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജ്ജ കവചം ദുർബലമാകുമ്പോൾ ആളുകൾ അറിയാതെ നിങ്ങളുടെ ശക്തി ഊറ്റിയെടുക്കും. ഉണങ്ങിയ ഇലകളിൽ നിന്ന് മരത്തിന്റെ പച്ചപ്പ് കവർന്നെടുക്കുന്നതുപോലെ. നിങ്ങൾ ഈ വേദന മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു, അവരുടെ ദുഃഖങ്ങൾ കേൾക്കുന്നു, എന്നാൽ അതിനുപകരം എന്തുകൊണ്ടാണ് എനിക്ക് ശൂന്യതയും ക്ഷീണവും ഭാരവും അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സന്ദേശം അവസാനം വരെ കേൾക്കുക. നിങ്ങൾക്ക് കാരണം മനസ്സിലാക്കാൻ മാത്രമല്ല, പരമഹംസ യോഗാനന്ദജിയുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ഊർജ്ജത്തെയും ഒരു ദിവ്യകവചം പോലെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിവിധിയും ലഭിക്കും. ഈ കവചം അത്രയധികം ശക്തമായിരിക്കും, ഒരു നെഗറ്റിവിറ്റിക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. ഓരോ വ്യക്തിയും വെറുമൊരു ശരീരം മാത്രമല്ല, ഒരു ദിവ്യബോധമാണ്. അതിനു ചുറ്റും ഊർജ്ജത്തിന്റെ ഒരു സൂക്ഷ്മ വലയമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. പരമഹംസ യോഗാനന്ദജി പറയാറുണ്ടായിരുന്നു, ഈ ഓറ നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശമാണ്. അത് നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ആത്മീയ നിലവാരത്തിന്റെയും പ്രതിഫലനമാണ്. ഇത് നിങ്ങളുടെ ആത്മാവിന്റെ നിഴലാണ്. അത് കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ഓറ ശക്തവും ശുദ്ധവുമാകുമ്പോൾ ഒരു നെഗറ്റിവിറ്റിക്കും നിങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. അത് മറ്റൊരാളുടെ അസൂയയോ ദേഷ്യമോ മാനസിക ക്ഷീണമോ ആകട്ടെ. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ശാന്തിയും പ്രചോദനവും ആശ്വാസവും നൽകുന്നു. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആളുകൾക്ക് സ്വയം ഭാരം കുറഞ്ഞതായി തോന്നുന്നു. എന്നാൽ നിങ്ങളുടെ ഓറ ദുർബലമാകുമ്പോൾ ആളുകൾ അറിയാതെ നിങ്ങളുടെ ഊർജ്ജം വലിച്ചെടുക്കും. യോഗാനന്ദജി പറയുമായിരുന്നു, നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ഏറ്റവും വലിയ നിധിയാണ്. അതിനെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ആത്മീയ കടമയാണ്. നമ്മൾക്ക് ഊർജ്ജവിഴുങ്ങികൾ, എനർജി പാരസൈറ്റ്സ് എന്ന് വിളിക്കാൻ കഴിയുന്ന ചില ആളുകളുണ്ട്. അവരാരും രാക്ഷസന്മാരല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹപ്രവർത്തകരോ ആയിരിക്കാം. അവരുടെ പരാതികളിലൂടെയും നെഗറ്റിവിറ്റികളിലൂടെയും വൈകാരിക ആവശ്യങ്ങളിലൂടെയും അവർ നിങ്ങളുടെ ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നു. അവരുമായി സംസാരിച്ചതിനുശേഷം നിങ്ങൾക്ക് ശൂന്യതയും ഭാരവും ആശയക്കുഴപ്പവും അനുഭവപ്പെടും. ഞാനൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ, പിന്നെന്തായി ഭാരം എന്ന് നിങ്ങൾ ചിന്തിക്കും. നമ്മുടെ ബോധം ഭയം, ഉത്കണ്ഠ, ദേഷ്യം, ദുഃഖം എന്നിവ കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ഓറ ദുർബലമാകുമെന്ന് യോഗാനന്ദജി പഠിപ്പിച്ചു. ഈ വികാരങ്ങൾ നമ്മുടെ ഓറയിൽ വിള്ളലുകളുണ്ടാക്കുന്നു. അതുവഴി നെഗറ്റീവ് ഊർജ്ജങ്ങൾക്ക് നമ്മളിലേക്കെത്താൻ സാധിക്കുന്നു. നിങ്ങളുടെ ഓറയുടെ ശക്തി 100% ആയിരുന്നു എന്ന് കരുതുക. എന്നാൽ തുടർച്ചയായ സമ്മർദ്ദം, മറ്റുള്ളവരുടെ വാക്കുകൾ മനസ്സിനെ ബാധിക്കാൻ അനുവദിക്കുന്നത്, നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നത്, നെഗറ്റീവ് ചിന്തകൾ എന്നിവ കാരണം അത് 70%, 50% അല്ലെങ്കിൽ പതിയെ 30% വരെ കുറയുന്നു. ആ 30% ശക്തിയിൽ പോലും ഒരു വ്യക്തി തന്റെ പരാതികളോ നെഗറ്റിവിറ്റിയോ കൊണ്ടുവരുമ്പോൾ അയാൾ നിങ്ങളുടെ ബാക്കിയുള്ള ഊർജ്ജം പോലും വലിച്ചെടുക്കുന്നു. ഈ ക്ഷീണം ശരീരത്തിന്റേതു മാത്രമല്ല, ആത്മാവിന്റേതാണ്. യോഗാനന്ദജി പറയുമായിരുന്നു, ആത്മാവിന്റെ പ്രകാശം ഒരിക്കലും കെട്ടുപോകില്ല. എന്നാൽ അതിനെ മങ്ങിക്കാനുള്ള ശക്തി നമ്മുടെ സ്വന്തം ചിന്തകൾക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഓറയെ സംരക്ഷിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ബോധം പതിയെ മങ്ങാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ചിന്തകൾ മുൻപത്തെപ്പോലെ വ്യക്തമാകുന്നില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ ആശയക്കുഴപ്പത്തിലാകുന്നു. നിങ്ങൾ ചിന്തിക്കും, ഞാനെന്താ ഇത്രയധികം ചിന്തിക്കുന്നത്? എനിക്കെന്താ ഇത്ര ഭയം? എനിക്കൊന്നും നല്ലതായി തോന്നാത്തതെന്താ? ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ, നിങ്ങളുടെ ഓറ മുറിവേറ്റതാണ്. എന്നാൽ യോഗാനന്ദജിയുടെ സന്ദേശം പ്രതീക്ഷ നിറഞ്ഞതാണ്. അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളുടെ ആത്മാവ് അതിരുകളില്ലാത്തതാണ്. നിങ്ങളുടെ ഓറയെ ശരിയാക്കാൻ ഒരു അത്ഭുതക്കാരനായ സ്വാമിയുടെ ആവശ്യമില്ല, മറിച്ച് നിങ്ങളുമായി ബന്ധപ്പെടാനും നിങ്ങളുടെ ദിവ്യശക്തിയെ തിരിച്ചറിയാനുമുള്ള ആവശ്യകതയാണ്. പരമഹംസ യോഗാനന്ദജി ക്രിയയോഗയിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മെ പഠിപ്പിച്ചത് ഓറയെ സംരക്ഷിക്കുന്നത് ഒരു സങ്കീർണ ശാസ്ത്രമല്ല, മറിച്ച് ഒരു ആത്മീയ പരിശീലനമാണെന്നാണ്. ഇത് സ്വയം തിരിച്ചറിയാനും നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താനുമുള്ള ഒരു പരിശീലനമാണ്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ ചില വഴികൾ നോക്കാം. അവ നിങ്ങളുടെ ഓറയെ പുനരുജ്ജീവിപ്പിക്കുകയും ഒരു നെഗറ്റിവിറ്റിക്കും നിങ്ങളെ തൊടാൻ കഴിയാത്ത വിധം ശക്തമാക്കുകയും ചെയ്യും. 1. പതിവായി ധ്യാനം പരിശീലിക്കുക. ദിവ്യകവചമുണ്ടാക്കുക.
എല്ലാ ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും തനിച്ചായിരിക്കാൻ സമയം കണ്ടെത്തുക. കണ്ണുകളടയ്ക്കുക. മൊബൈലിൽ നിന്നും ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കുക. യോഗാനന്ദജിയെപ്പോലെ നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക. ഓരോ ശ്വാസത്തിലും പ്രപഞ്ചത്തിന്റെ ശക്തിയെ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുക. ഓരോ ശ്വാസത്തിലും നെഗറ്റീവിറ്റിയെയും ഭയത്തെയും വേദനയെയും പുറത്തേക്ക് കളയുക. യോഗാനന്ദജി പറയുമായിരുന്നു, ശ്വാസം ഈശ്വരന്റെ സ്പർശമാണ്. ഈ പരിശീലനം നിങ്ങളുടെ ഓറയെ ഒരു ദിവ്യകവചം പോലെ പുനരുജ്ജീവിപ്പിക്കുന്നു. പതിയെ പതിയെ നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായതും എന്നാൽ ശക്തമായതുമായ ഒരു സംരക്ഷണ കവചം രൂപപ്പെടുന്നത് നിങ്ങൾക്കനുഭവപ്പെടും. 2. സ്വയം ശാക്തീകരിക്കുക. പോസിറ്റീവ് അഫർമേഷൻസ്. യോഗാനന്ദജി പറയുമായിരുന്നു, വാക്കുകൾക്ക് സൃഷ്ടിയുടെ ശക്തിയുണ്ട്. എല്ലാ രാവിലെയും രാത്രിയും നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഈശ്വരന്റെ പ്രകാശമാണ്. ഞാൻ പൂർണ്ണനാണ്. എന്റെ ഓറ അജേയമാണ്. ഞാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്. ഈ വാക്കുകൾ വെറുതെ പറയുക മാത്രമല്ല, അവ നിങ്ങളുടെ ആത്മാവിൽ അനുഭവിക്കുക. അവ നിങ്ങളുടെ ഓറയ്ക്കു ചുറ്റും ഒരു സ്വർണ്ണപ്രകാശം പോലെ വ്യാപിക്കുന്നത് സങ്കൽപ്പിക്കുക. ഈ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങളുടെ ഓറയ്ക്ക് ശക്തി നൽകുകയും നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. 3. നിങ്ങളുടെ ബന്ധങ്ങൾക്ക് അതിർവരമ്പുകൾ വയ്ക്കുക. നകാരാത്മക സ്വാധീനങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക. യോഗാനന്ദജി എപ്പോഴും സത്സംഗത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. ഇത് സ്വാർത്ഥതയല്ല, ആത്മാഭിമാനമാണ്. ഒരു ബന്ധം നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഊർജത്തെ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ, അത് സ്നേഹമല്ല, മറിച്ച് ഒരുതരം പരാന്നഭോജി ബന്ധമാണ്. യോഗാനന്ദജി പറയുമായിരുന്നു, നിങ്ങളുടെ കൂട്ടുകെട്ട് നിങ്ങളുടെ ബോധത്തെ രൂപപ്പെടുത്തുന്നു. ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നത് ഒരു ആത്മീയ തീരുമാനമാണ്. അറിയാതെ നിങ്ങളുടെ ഊർജത്തെ ദോഷകരമായി ബാധിക്കുന്ന ആളുകളിൽ നിന്ന് ഇത് നിങ്ങളുടെ ഓറയെ സംരക്ഷിക്കുന്നു. 4. ഊർജം വിവേകപൂർവം പങ്കിടുക. സ്വയം ശൂന്യനാകാതിരിക്കുക. യോഗാനന്ദജി പറയുമായിരുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുക, പക്ഷേ സ്വയം ശൂന്യനാകരുത്. നിങ്ങളുടെ ഊർജം പരിധിയില്ലാതെ പങ്കിടുന്നത് ഒഴിവാക്കുക. സമയവും ഉപദേശവും പിന്തുണയും നൽകുന്നത് ഒരു സമ്മാനമാണ്. എന്നാൽ അതിനെ വിലമതിക്കുന്നവർക്ക് മാത്രം അത് നൽകുക. വൈകാരിക അതിർവരമ്പുകൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഓറയെ സംരക്ഷിക്കുന്നു. സ്നേഹം നൽകുന്നത് മനോഹരമാണെന്ന് യോഗാനന്ദജി പഠിപ്പിച്ചു. എന്നാൽ സ്വയം ശൂന്യമായി വിടുന്നത് ആത്മാവിനോടുള്ള അനീതിയാണ്. നിങ്ങളുടെ ഊർജം സന്തുലിതമായി നിലനിർത്തുക. അതുവഴി മറ്റുള്ളവർക്ക് നൽകുമ്പോഴും നിങ്ങൾക്ക് സ്വയം പൂർണ്ണമായി നിലകൊള്ളാൻ സാധിക്കും. 5. പ്രകൃതിയുമായി ബന്ധപ്പെടുക. പഞ്ചഭൂതങ്ങളുടെ ശക്തി. യോഗാനന്ദജി പ്രകൃതിയെ ഈശ്വരന്റെ ജീവനുള്ള രൂപമായി കണ്ടു. ചെരിപ്പില്ലാതെ മണ്ണിൽ നടക്കുക. കുറച്ചു മിനിറ്റുകൾ സൂര്യരശ്മികളിൽ ചെലവഴിക്കുക. തുറന്ന ആകാശത്തിനു കീഴെ ശ്വാസമെടുക്കുക. ഈ പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, നിങ്ങളുടെ ഓറയെ പോഷിപ്പിക്കുന്നു. യോഗാനന്ദജി പറയുമായിരുന്നു, പ്രകൃതി ഈശ്വരന്റെ മടിത്തട്ടാണ്. നിങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഓറയുടെ നിറം കൂടുതൽ ആഴമുള്ളതാകുന്നു. അതിന്റെ തിളക്കം വർദ്ധിക്കുന്നു. 6. നന്ദി പ്രകടിപ്പിക്കുക. കൃതജ്ഞതയുടെ ശക്തി. യോഗാനന്ദജി കൃതജ്ഞതയെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കണ്ടു. എല്ലാ രാവിലെയും എഴുന്നേൽക്കുമ്പോൾ പറയുക, ഈ ജീവിതത്തിനും ഈ ശ്വാസത്തിനും ഈ അവസരത്തിനും നന്ദി. നിങ്ങൾ കൃതജ്ഞത പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ഓറ സ്വർണ്ണമയമായി മാറുന്നു. ഇത് പ്രപഞ്ചത്തിന് നിങ്ങളുടെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും സന്ദേശം നൽകുന്ന പ്രകാശമാണ്. യോഗാനന്ദജി പറയുമായിരുന്നു, നന്ദി എന്നത് നിങ്ങളെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന മന്ത്രമാണ്. ചെറുതും വലുതുമായ ഓരോ കാര്യത്തിനും നന്ദി പറയുക. അപ്പോൾ നിങ്ങളുടെ ഓറയുടെ നിറം ഇളം നീലയോ പിങ്കോ അല്ലെങ്കിൽ സ്വർണമോ ആയി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യോഗാനന്ദജി പറയുമായിരുന്നു, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. നിങ്ങൾ നിങ്ങളെത്തന്നെ ചെറുതായി കാണുമ്പോൾ നിങ്ങളുടെ ഓറയിൽ ദ്വാരമുണ്ടാക്കുന്നു. ഞാൻ ദുർബലനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രപഞ്ചം അതുപോലെയാകട്ടെ എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ ഞാൻ ഈശ്വരന്റെ അംശമാണ്, ഞാൻ അതിരുകളില്ലാത്ത ശക്തിയാണ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം വീണ്ടും അതുപോലെയാകട്ടെ എന്ന് പറയുന്നു. നിങ്ങളുടെ ഓറ ഒരു കാന്തം പോലെയാണ്. അത് നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കുമനുസരിച്ച് അനുഭവങ്ങളെ ആകർഷിക്കുന്നു. യോഗാനന്ദജി പറയുമായിരുന്നു, ഓറ എന്നത് പ്രപഞ്ചം നിങ്ങളെ കാണുന്ന കണ്ണാടിയാണ്. നിങ്ങളുടെ ഓറ ഭയത്തിന്റെ ഭാഷയാണോ സംസാരിക്കുന്നത്, അതോ സ്നേഹത്തിന്റേതാണോ, പരാതികളുടേതാണോ, അതോ നന്ദിയുടേതാണോ? ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ തകർന്നിരിക്കാം, ക്ഷീണിച്ചിരിക്കാം, ജീവിതം നിങ്ങളെ ചതിച്ചതായി തോന്നിയേക്കാം. ഒരുപക്ഷെ ചില അടുത്ത ആളുകൾ നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിച്ചിരിക്കാം. പക്ഷെ യോഗാനന്ദജിയുടെ ഈ സന്ദേശം ഓർക്കുക, നിങ്ങളുടെ ആത്മാവ് അമരമാണ്. അതൊരിക്കലും നശിക്കുന്നില്ല, മങ്ങുന്നു എന്നു മാത്രം. നിങ്ങളുടെ ഓറ ദുർബലമല്ല. നിങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ചു, പക്ഷേ നിങ്ങൾക്കുവേണ്ടി സ്വയം നിലനിന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഊർജം തിരികെ കൊണ്ടുവരാനുള്ള സമയമാണ്. നിങ്ങളുടെ ദിവ്യബോധത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സമയമാണ്. ധ്യാനമാണ് ഏറ്റവും ശക്തമായ പരിശീലനമെന്ന് യോഗാനന്ദജി പഠിപ്പിച്ചു.
എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിൽ ശ്രദ്ധിക്കുക. അവിടെ ഒരു പ്രകാശമുണ്ട്, ഒരു വൈബ്രേഷനുണ്ട്. അത് നിങ്ങളുടെ ഓറയെ സ്വർണ്ണമയമാക്കും. യോഗാനന്ദജി പറയുമായിരുന്നു, ധ്യാനത്തിൽ നിങ്ങൾ ഈശ്വരനെ കണ്ടുമുട്ടുന്നു. നിങ്ങൾ ഈ പ്രകാശവുമായി ബന്ധപ്പെടുമ്പോൾ ഒരു വ്യക്തിക്കും ഒരു വാക്കിനും ഒരു സാഹചര്യത്തിനും നിങ്ങളുടെ ഊർജ്ജത്തെ തൊടാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും സമയം കണ്ടെത്തി ധ്യാനം പരിശീലിക്കുക. നിങ്ങൾ ഈ സന്ദേശം ഹൃദയത്തിൽ തൊട്ടറിഞ്ഞുവെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ എന്റെ ഓറയെ സംരക്ഷിക്കും. ഇത് വെറുമൊരു വാക്യം മാത്രമല്ല, പ്രപഞ്ചത്തിനു മുന്നിലുള്ള നിങ്ങളുടെ പ്രതിജ്ഞയാണ്. ഈ സന്ദേശം കേൾക്കുന്നത് വെറും വിവരങ്ങൾ നേടലല്ല, ആത്മീയമായ ഉണർവിനുള്ള ഒരു പരിശീലനമാണ്. നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ബോധത്തെ ഉണർത്തുന്ന ശക്തിയാണ്. നന്ദി.